ഹലോ, ഇതുപോലെ സിമ്പിൾ ആൻഡ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഇയറിങ്സ് വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് ഇതിൻ്റെ ബേസായിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫെൽറ്റ് ഷീറ്റിൽ ഇതുപോലെ ചെറിയൊരു റൗണ്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഫെൽറ്റ് ഷീറ്റ് കയ്യിലില്ലാന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. കട്ടിയുള്ള കാർഡ്ബോർഡോ അതല്ലെങ്കിൽ OHP ഷീറ്റോ നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇയറിങ്സിൻ്റെ വലുപ്പം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് റൗണ്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതുപോലൊരു വെൽവെറ്റിൻ്റെ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെൽവെറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി വെൽവെറ്റ് തന്നെ വേണമെന്നില്ല, പ്ലെയിൻ ക്ലോത്ത് ഏതെങ്കിലും കട്ടിയുള്ളത് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അതിൽ ഇതുപോലെ 2 റൗണ്ടും കൂടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. വെൽവെറ്റിൻ്റെ ക്ലോത്തൊക്കെ ആണെങ്കിൽ കാണാൻ ഒരു റിച്ച് ലുക്കൊക്കെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബ്ലാക്ക് കളറും കൂടെ ആകുമ്പം അതൊന്നുകൂടെ ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്ലോത്തൊക്കെ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെൽവെറ്റിൻ്റെ ഇതിൽ 2 പീസ് ഇതുപോലെ വേറെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു പൊടിക്ക് വലുപ്പത്തിന് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫെൽറ്റ് ഷീറ്റ് എത്രയാണോ എടുത്തത് അതിൻ്റെ കുറച്ചൊരു വലുപ്പത്തിൽ വേണം നമ്മൾ വെൽവെറ്റിൻ്റെ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ബേസ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുക. അറ്റത്തോട്ട് വരിക. അതിനുശേഷം അവിടെ 2 ബീഡ് ഇട്ട് കൊടുക്കുക. 8mm സൈസിൽ വരുന്ന ഒരു വൈറ്റ് ബീഡും അതുപോലെ തന്നെ ചെറിയൊരു ഗോൾഡൻ ബീഡുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഫെൽറ്റ് ഷീറ്റിൻ്റെ അറ്റത്തോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. സെൻറ്റർ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അവിടെ തന്നെ വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇയറിങ്സിൻ്റെ ബേസ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഒരു വെൽവെറ്റിൻ്റെ ഷീറ്റ് 2 വശത്തുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്ക് വശത്ത് നമുക്ക് ഇയറിങ്ങിൻ്റെ സ്റ്റഡ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു ഇയറിങ്ങിൻ്റെ സ്റ്റഡ് ആദ്യമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ ഒരു വെൽവെറ്റിൻ്റെ പീസിൽ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഇയറിങ്ങിൻ്റെ സ്റ്റഡ് വരുന്ന രീതിക്ക് വേണം നമ്മൾ രണ്ടാമത്തെ പീസ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഫൈനലായിട്ട് നമുക്ക് ഇതുപോലൊരു സ്റ്റോൺ ചെയിനോട് ആവശ്യമുണ്ട്. അത് ഇയറിങ്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ അറ്റത്തൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫൈനലായിട്ട് ഇതുപോലൊരു നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇയറിങ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഇയറിങ്സൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.